ദൈവവചനം പ്രഘോഷിക്കാൻ കിട്ടിയത് വലിയൊരു ഭാഗ്യം എന്ന് ഞാൻ കരുതുന്നു. പക്ഷേ ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ തൂക്കം 75 കിലോ. ഞെട്ടണ്ട. അപ്പോൾ നീളവും വീതിയും ഒപ്പം എന്ത് ശേലായിരുന്നെന്ന് എന്നെ കാണാൻ. അന്നത്തെ ഫോട്ടോ എല്ലാം കിട്ടിയെടുത്തോളം ഞാൻ കീറിക്കളഞ്ഞു, നാണാവും കണ്ട. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ദൈവം എന്നെ വളർത്തിയത്. അതിപ്പോൾ എന്ത് ചെയ്യും? ഒരുപാട് പ്രാർത്ഥിച്ച എൻ്റെ മാതാപിതാക്കൾ ഒരു പെങ്കൊച്ചിനെ കിട്ടാൻ പ്രാർത്ഥിച്ചാണ് ഞാൻ ജനിക്കുന്നത്. പലപ്പോഴും എൻ്റെ അമ്മച്ചി എൻ്റെ കേൾക്കെ അമ്മച്ചിയുടെ കൂട്ടുകാരോട് ഹൃദയം തകർന്ന് പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ ദൈവമേ, ഒരു സാധനത്തെ പ്രാർത്ഥിച്ചു വാങ്ങിച്ചതാ, ഇവിടുന്ന് പുറത്തോട്ട് ഇറങ്ങിയ എൻ്റെ മനസ്സിൽ തീയാടി ഏത് ഷേപ്പിൽ തിരിച്ചു വരുമെന്ന് എനിക്കറിയത്തില്ല. അത്രയും നല്ലൊരു കൊച്ചായിരുന്നു ഞാൻ. പക്ഷേ ഞാൻ നന്നായി പഠിച്ചു, നല്ല മാർക്കോടെ ജയിച്ചു. എന്നെപ്പറ്റി ഒരുപാട് പ്ലാനുകളൊക്കെ അവർക്കുണ്ടായിരുന്നു. അതെല്ലാം തട്ടി ഞാൻ ഒരു സിസ്റ്ററായി. അത് ദൈവത്തിൻ്റെ കൃപയാണ്. സിസ്റ്ററായപ്പോൾ എനിക്കൊരു ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ, ഒരു നേഴ്സാകണം, ഒരുപാട് പേർക്ക് നന്മ ചെയ്യണം. കാരണം ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു വിമോചന സമരം, മുണ്ടശ്ശേരി ഗവൺമെൻറ്റിൻ്റെ കാലം. അന്ന് എൻ്റെ നാട്ടിലെ പ്രത്യേകിച്ച് യുവജനങ്ങളെ സമരത്തിന് ഇറക്കിയ പ്രധാന പ്രതി ഞാനായതുകൊണ്ട് ഒത്തിരി പേർക്ക് എന്നോട് എതിരുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചെയ്ത വീരകൃത്യങ്ങളൊന്നും ഇവിടെ വിവരിക്കാൻ ഉദ്ദേശിച്ചിട്ടല്ല. പക്ഷെ ആ വീരകൃത്യങ്ങളെല്ലാം എൻ്റെ അപ്പനും അമ്മയ്ക്കും വലിയ നൊമ്പരങ്ങളായിരുന്നു. ഒരുപാട് മനുഷ്യരെ അറിയാതെ ഞാൻ നോവിപ്പിച്ചു. എനിക്കറിയില്ലായിരുന്നു അതൊക്കെ തെറ്റാന്ന്. അങ്ങനെ സമരം കളിച്ച് നടന്ന എനിക്ക് 10ാം ക്ലാസ്സിൽ ബോധോദയം ഉണ്ടായി. അന്ന് ഞാൻ പറഞ്ഞു, ഞാൻ ചെയ്ത സകല തെറ്റുകൾക്കും പരിഹാരമായിട്ട് ഞാനൊരു നേഴ്സാകും, എന്നിട്ട് ഞാൻ ഒരുപാട് പേർക്ക് നന്മ ചെയ്യും, അങ്ങനെ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ പരിഹാരം ചെയ്യും. നേഴ്സായി കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് ഭർത്താവ് ഇനി ജോലിക്ക് പോകണ്ട എന്ന് പറഞ്ഞാൽ പോകരുത് എന്ന അമ്മച്ചിയുടെ ഉപദേശം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ആ സാധനത്തെ എനിക്ക് വേണ്ട. ഭർത്താവ് ഉണ്ടായാലല്ലേ കുഴപ്പമുള്ളൂ, എനിക്ക് വേണ്ട, ഞാൻ സിസ്റ്ററാകാൻ പോവാ. കേട്ടവരെല്ലാം ചിരിച്ചു. എൻ്റെ അപ്പച്ചൻ പറഞ്ഞു, മോളെ നീ സിസ്റ്ററാകാൻ പോയാൽ 3ാം പക്കം മടവും പൊളിച്ച് തിരിച്ചു വരും, ഉറപ്പ്. എൻ്റെ അപ്പച്ചൻ എന്നെ അറിയായിരുന്നു. എന്നെ 1 വർഷം അപ്പച്ചൻ വീട്ടുതടങ്കലിട്ടു. പക്ഷേ അതെല്ലാം ദൈവം വളരെ മനോഹരമാക്കി മാറ്റി ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നു. ഇത് മുഴുവൻ തമ്പുരാന്റെ കരുണയും അവൻ്റെ ഒരു തമാശുമാണെന്ന എൻ്റെ ഒരു വിചാരം. അതുകൊണ്ട് മക്കളെ, ദൈവത്തിൻ്റെ മുൻപില് ഇന്ന് നമ്മളിരിക്കുമ്പോൾ അവൻ പറഞ്ഞു തരുന്നതിനൊക്കെയും അർത്ഥമുണ്ടെന്ന് ചിന്തിക്കണം. ഈ വിശുദ്ധ ബൈബിള് നമ്മൾ വായിക്കുമ്പോഴുണ്ടല്ലോ, ഈശോയ്ക്ക് നമ്മളെപ്പോലെ തന്നെ ഫീലിങ്സ് ഉണ്ടായിരുന്നെന്ന് കരുതണം. നമുക്ക് മാത്രമല്ല, നമുക്ക് പെട്ടെന്ന് തൊടുമ്പോൾ പൊള്ളൂലേ? ചില നേരത്തെ ഒരു വാക്ക് പറയുമ്പോൾ നമ്മുടെയൊക്കെ മുഖത്തിന്റെ ഷേപ്പൊക്കെ അങ്ങോട്ട് മാറി, 2ാമതൊരു വാക്ക് പറയുമ്പോഴത്തേക്കും കണ്ണൊക്കെ നിറഞ്ഞു, 3ാമത്തെ വാക്കിന് പൊട്ടിത്തെറിയായി. പിന്നെ എന്താ ഒരു ബഹളം, എന്താ ഒരു ഒച്ചപ്പാട്, എത്ര ദിവസത്തേക്കാ നമ്മുടെ മുഖത്തിന് തെളിച്ചയില്ലാതെ പോകുന്നത്. നമുക്ക് ഫീലിങ്സ് ഉണ്ട്. ആ പറഞ്ഞത് എനിക്ക് നല്ല പോലെ ഫീൽ ചെയ്തു എന്ന് പറയും നമ്മൾ. ഇതുപോലെ ഈശോയ്ക്കും ഫീലിങ്സ് ഉണ്ട്. 1-2 ഉദാഹരണങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. മത്തായി സുവിശേഷങ്ങളില് കർത്താവ് ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്തിട്ടും ഒരു അനുതാപത്തിലേക്ക് വരാത്ത പട്ടണങ്ങളെ നോക്കി പറയുന്ന ഒരു ഭാഗം ഞാൻ വായിക്കട്ടെ. മത്തായി സുവിശേഷകന്റെ 11ാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങളാണ്. യേശു താൻ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച നഗരങ്ങൾ മാനസാന്തരപ്പെടാത്തതിനാൽ അവയെ ശാസിക്കാൻ തുടങ്ങി. അവര് ഈശോയെ സ്വീകരിക്കാത്തത് കൊണ്ടല്ല അവയെ ശകാരിച്ചത്, അവര് മാനസാന്തരപ്പെട്ടില്ല. അപ്പൊ മക്കളെ, ദൈവവചനം കേട്ടാൽ ഉണ്ടാകേണ്ട ആദ്യത്തെ ഫലം എന്താ? ധൈര്യമായിട്ട് പറഞ്ഞോ, മാനസാന്തരം ഉണ്ടാകണം. നമ്മളിലും ഒരു മാനസാന്തരം വരാൻ വേണ്ടിയിട്ടാണ് കർത്താവ് തന്റെ വചനം നമുക്ക് തരുന്നത്. അപ്പോൾ ഈ മാനസാന്തരം നമുക്ക് സംഭവിക്കുന്നില്ലെങ്കിൽ ഈശോ വേദനിക്കും. എന്നിട്ട് കേട്ടെ കർത്താവ് എന്താ പറയുന്നതെന്ന്. കൊറാസിൻ, നിനക്ക് ദുരിതം. ബെത്സൈദ, നിനക്ക് ദുരിതം. നിന്നിൽ നടന്ന അത്ഭുതങ്ങൾ ടയറിലും സീദോനിലും നടന്നിരുന്നെങ്കിൽ അവ എത്ര പണ്ടേ ചാക്കൊടുത്ത് ചാരം പൂശി അനുദവിക്കുമായിരുന്നു. വിധി ദിവസത്തിൽ ടയറിനും സീദോനും നിങ്ങളെക്കാൾ ആശ്വാസം ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഒരു ഭാഗം കഴിഞ്ഞു. ഇനി അടുത്ത പട്ടണത്തിലേക്ക് കർത്താവ് നോക്കുക. കഫർനാമേ, നീ സ്വർഗം വരെ ഉയർത്തപ്പെട്ടുവെന്നോ?
പാതാളം വരെ നീ താഴ്ത്തപ്പെടും. നിന്നിൽ സംഭവിച്ച അത്ഭുതങ്ങൾ സോദോമിൽ സംഭവിച്ചിരുന്നെങ്കിൽ അത് ഇന്നും നിലനിൽക്കുമായിരുന്നു. ഞാൻ നിന്നോട് പറയുന്നു, വിധി ദിവസത്തിൽ സോദോമിന്റെ സ്ഥിതി നിന്റേതിനേക്കാൾ സഹനീയമായിരിക്കും. എൻ്റെ മക്കളെ, നമ്മളെ നോക്കിക്കൊണ്ട് ഈ കൺവെൻഷനിൽ പങ്കെടുത്തതും നമ്മളെ വിധിക്കാനുള്ള ഒരു അവസരമാക്കി തീർക്കണോ? ഇവിടെ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങള്, മനസ്സിലാകുന്ന വചനങ്ങള്, കിട്ടുന്ന സത്യങ്ങള് ജീവിതത്തിൽ പ്രായോഗികമാക്കുന്നില്ലെങ്കിൽ ഇത് തന്നെ ഈശോ നമ്മെ നോക്കി പറയും. നമ്മുടെ പേര് വിളിച്ചുകൊണ്ട് പറയും. ഞാൻ പേരൊന്നും വിളിക്കുന്നില്ല, കാരണം ഗുരുത്തം കെട്ട നേരത്ത് ഇവിടെ ഇരിക്കുന്ന ആരുടെയെങ്കിലും പേരാ ഞാൻ വിളിക്കുന്നതെങ്കിൽ എനിക്ക് കുറച്ചു നാളും കൂടെ ജീവിച്ചാൽ കൊള്ളാമെന്ന് വലിയൊരാശയുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പേര് വിളിച്ച് ഈശോ നമ്മെ ശകാരിക്കും. നിനക്ക് ഞാൻ തന്ന കൃപകള്, നിന്നിൽ ഞാൻ പ്രവർത്തിച്ച അത്ഭുതങ്ങള് ഈ പാവപ്പെട്ട പരസ്യ പാപിയിൽ ചെയ്തിരുന്നെങ്കിൽ അത് പണ്ടേ മാനസാന്തരപ്പെട്ടേനെ എന്ന് കർത്താവ് പറയേണ്ടി വരുമോ? ആകയാൽ വചനം കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ കാണണം, ഈ വചനത്തിന് ഫലം ചെയ്യാനുള്ള അവസരം ഞാൻ കൊടുക്കണം. വചനം എന്നിൽ ഫലം ചെയ്യണം. നിങ്ങള് പലരും എന്നോട് ഈ ഇച്ചിര നേരം ഞാൻ വന്നതിന് ശേഷമുള്ള നേരവും ചിലരൊക്കെ പരിചയക്കാർ ഓടി വന്നു, അമ്മ എത്ര നാളായി കണ്ടിട്ട്, സിസ്റ്ററെ ഞാൻ ശാലോമിലേ കണ്ടിട്ടുള്ളൂ, ഇപ്പൊ നേരെ കാണാൻ പറ്റിയ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് ഓടി വന്നു. രാവിലെ ഞാൻ തിരക്കിട്ട് ഇങ്ങോട്ട് എത്താനുള്ള ബഹളത്തില് രാവിലത്തെ കുർബാനയിൽ പങ്കെടുത്ത് താഴോട്ട് ഇറങ്ങി ബസ് സ്റ്റാൻഡിലേക്ക് പോയി കളയാം. കാരണം കോതമംഗലത്തെ പത്രത്തിലൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്, കന്നി 20-ാം തീയതി പെരുന്നാളെന്ന് പറയുന്നത് യാക്കോബായക്കാരുടെ ഏറ്റവും വലിയ പെരുന്നാളാണ്. പട്ടണം നിറച്ച് ജനക്കൂട്ടമാ. അങ്ങനെയുള്ള ദിവസം തിരക്കായിരിക്കും എല്ലായിടത്തും. അങ്ങനെ ഞാൻ ഇടം വലം നോക്കാതെ ഓടിപ്പോരുമ്പോ ഒരു 40 വയസ്സെങ്കിലും തോന്നിക്കുന്ന ഒരു മനുഷ്യൻ എൻ്റെ പുറകിൽ കൂടെ ഓടി വന്ന് എൻ്റെ കയ്യെ കയറി പിടിച്ചു. ഞാൻ ഈ കള്ളുകുടിയന്മാരെയൊക്കെ പ്രതീക്ഷിച്ചാ നടക്കണത്. അതുകൊണ്ട് ഞാൻ ഓർത്തു കള്ളു കുടിച്ചിട്ട് വിവരക്കേടായിരുന്നു. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ അമ്മേ എന്നെ അങ്ങോട്ട് കുളിര് കോരി ഇടുക, അയാളിൽ നിന്ന് വിറയ്ക്കുക. അപ്പം ഞാൻ ഓർത്തു, വയറ്റിൽ ചെന്നേക്കണ സാധാരണ സാധനങ്ങളൊന്നുമല്ല. ഞാൻ പ്രത്യേകിച്ച് എന്താ നിങ്ങൾക്ക് വേണ്ടേ? അമ്മ ഒരു മിനിറ്റ് ഇവിടെ ഒന്ന് നിന്നേ അമ്മയെ ശാലോമിൽ ഞാൻ അമ്മയെ എന്തോരം കണ്ടുന്നോ. 28 വർഷം ഞാൻ പട്ടാളത്തിലായിരുന്നു അമ്മയെ കണ്ടതിന് ശേഷം അമ്മ പറഞ്ഞ ഒരു പ്രസംഗം ഞാൻ പട്ടാളക്കാരോട് പോയി പറഞ്ഞു. അവർക്കൊക്കെ എന്ത് സന്തോഷമായിരുന്നോ. അമ്മയെ എൻ്റെ തലയിൽ കൈവച്ച് ഒന്ന് ബ്ലസ് ചെയ്യാമോ? പെരുവഴിയില് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിന്റെ ഫ്രണ്ടില് ഞാൻ ചോദിച്ചു, എൻ്റെ പൊന്നുമോനെ ഞാൻ പ്രാർത്ഥിച്ചോളൂ. ഇല്ല അമ്മ, എന്നെ ഒന്ന് തൊട്ട് ബ്ലസ് ചെയ്തിട്ട് പൊക്കോ, ഞാൻ തലയിൽ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞൊന്ന് തൊട്ടു, അല്ലാതെ വിടില്ല. പിന്നെ എന്ത് ചെയ്യും? നേരത്തേക്ക് അയാൾക്ക് ആഗ്രഹം മൂത്തു. അയാൾ വേഗം വഴിയെ പോയ ഒരുത്തനെ കൈ കാണിച്ചു വിളിച്ചു. അവനാണെങ്കിൽ ഇങ്ങനെ നീണ്ട കുറിയൊക്കെ ഇട്ട് നടുക്കൊരു ചുമന്ന കുത്തും കുത്തി ഓടിപ്പോകുന്ന ചെറുക്കൻ അവനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരും കൂടെ നിൽക്കുന്ന ഫോട്ടോ ഒന്നെടുത്തു തന്നെ. എൻ്റെ ദൈവമേ, ഈ പബ്ലിക് റോഡിലെ ഇവന്റെ കൂടെ ഞാനും കൂടെ നിന്നുള്ള ഒരു ഫോട്ടോ തീർന്നില്ല. അവൻ എന്നെ ഇങ്ങനെ തോളോട് കൈയിട്ട് ഇങ്ങനെ പിടിച്ച് എടുത്താളാൻ പറഞ്ഞു. ഞാനും ഓർത്ത് എടുത്തോട്ടെ എന്നല്ല, അപ്പൊ ഞാൻ എന്നാ ചെയ്യണേ, എങ്ങോട്ടാ ഓടണേ? അങ്ങനെ ഒരു ഫോട്ടോയൊക്കെ എടുത്ത് എന്താ ഒരു ഗമേല ഞാൻ എത്തിയത്. അപ്പൊ ഇവിടെ വന്നപ്പോ കാണുന്നവര് അമ്മേ ഒന്ന് ബ്ലസ് ചെയ്തേ അമ്മേ ഒന്ന് ബ്ലസ് ചെയ്തേ അമ്മേ. ഇത് തന്നെ ഇന്നത്തെ വിഷയം. എന്തോരം ലഭിച്ചാലും നമ്മൾ നിറയില്ല. നമുക്ക് നിറയാനായിട്ട് കർത്താവ് തരുന്നതൊന്നും നമ്മൾ മനസ്സിലാക്കുന്നുമില്ല. അതുകൊണ്ട് എന്തു പറ്റി? നിറയാൻ വേണ്ടി തരുന്നത് പോലും കാലാന്തരത്തിൽ നമുക്ക് നഷ്ടമായി പോവുക. യൂദാസ് ഈശോ തെരഞ്ഞെടുത്ത വത്സല ശിഷ്യനായിരുന്നു. എന്തോരം അനുഗ്രഹങ്ങളാ യൂദാസിന് ഈശോ കൊടുത്തേ. പക്ഷെ അവസാനം അവൻ ഈശോയെ ഒറ്റിക്കൊടുത്തതിലും വലിയ അപകടമായിരുന്നു അവൻ തൂങ്ങിച്ചത്തു എന്നുള്ളത്, നിരാശ കൊണ്ട്. അപ്പോൾ കർത്താവ് നമ്മോട് പറയുന്ന ഈ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇന്നത്തെ വചനം കേൾക്കാൻ എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. എന്താ വചനം എന്ന് നിങ്ങൾക്കറിയാം. ആർക്കെങ്കിലും ഒന്ന് ഓർക്ക പറയാമോ? എന്താണ് വചനം? സമയം നമുക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കാനില്ലാത്തത് കൊണ്ടാ പറയാമോ എന്ന് ചോദിച്ചിട്ട് ചോദ്യം ചോദിച്ചത്. വചനം എന്താണെന്ന് യോഹന്നാന്റെ 1-ാം അധ്യായത്തിൽ നമ്മളോട് പറഞ്ഞു തരും. സുവിശേഷത്തില് ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, ദൈവമായിരുന്നു വചനം. അതുകൊണ്ടാണ് മക്കളെ വചനം കേട്ടിരിക്കുമ്പോൾ രോഗശാന്തി കിട്ടുന്നത്, വചനം കേട്ടിരിക്കുമ്പോൾ മനസ്സമാധാനം കിട്ടുന്നത്,
വചനം വിശ്വസിച്ചുകൊണ്ട് തമ്പുരാന്റെ വചനമാണെന്നും ഇത് ജീവിക്കുന്ന ദൈവമാണെന്നും അറിഞ്ഞ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നത്. അതല്ലാതെ ഇവിടെ ഇരുന്നിട്ട് വരുന്നവരെയും പോകുന്നവരെയും എണ്ണാനും അവളും ഇവളും ഉടുത്തിരിക്കുന്ന സാരിയുടെ ഡിസൈൻ നോക്കാനും ഇഷ്ടപ്പെട്ട മുഖങ്ങൾ എവിടെയെങ്കിലും ഉണ്ടോന്ന് തിരക്കാനും ഒക്കെ പോയാലുണ്ടല്ലോ വചനം ശാപമായി നമുക്ക് തീരുകയാ. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരെ ഈശോയാൽ ആകർഷിക്കപ്പെട്ടു വന്നവരാ. പക്ഷേ അവരുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി ഈശോ മരിച്ചു. മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്യുമെന്ന് ഈശോ പറഞ്ഞിരുന്നു. എന്നിട്ടും ഈശോ ഉയർത്തെഴുന്നേറ്റെന്ന് കേട്ടപ്പോൾ അവർക്ക് ബഹളി പിടിച്ചു. എന്നിട്ട് അവൻ ഈശോയെ തിരിച്ചറിഞ്ഞില്ല. ഈശോയുടെ അടുക്ക ചെന്നിട്ട് തിരിച്ചറിഞ്ഞില്ല. ഏതോ വഴിപോക്കൻ. അതുകൊണ്ട് ഈശോ അങ്ങോട്ട് ചോദിച്ചു, എന്തു പറ്റി നിങ്ങൾക്ക്? മോഹമൊക്കെ വല്ലാതിരിക്കുന്നല്ലോ, എന്താ കാര്യം എന്താ? അപ്പൊ അവര് പറഞ്ഞു, നീ നാട്ടിലുള്ളതൊന്നുമല്ലേ, ഇവിടെ നടന്നൊന്നും അറിഞ്ഞില്ലേ? ഓ, യേശു എന്ന് പറഞ്ഞ ഒരാള്, പറയുന്നത് ഈശോയുടെ എന്ന് ഓർക്കണം, യേശു എന്ന് പറഞ്ഞ ഒരാള് വലിയ ശക്തനായിരുന്നു കേട്ടോ, വരാനിരിക്കുന്നവൻ ഇവനാണെന്നാ ഞങ്ങള് കരുതിയത്. എന്നിട്ട് ഇപ്പൊ ദേ നോക്കിക്കേ, അവനെ പിടിച്ച് പുരോഹിത ശ്രേഷ്ഠന്മാരെല്ലാം കൂടെ ചേർന്ന് കൊന്നു കുഴിച്ചിട്ടു. ഞങ്ങളുടെ പെണ്ണുങ്ങൾക്ക് ബഹളി പിടിച്ചിട്ട് അവര് വന്ന് പറയുന്നു അവൻ ഉയർത്തെഴുന്നേറ്റു, കല്ലറ ശൂന്യമാണ്. ഞങ്ങള് മടുത്തു, വിട്ടു പോവുക, എന്തിനാ ഇവിടെ നിൽക്കുന്നേ? ഈശോ അവരെ സംബോധന ചെയ്ത അതിമനോഹരമായ 2 വാക്കുകളുണ്ട്. ഓർമ്മയുണ്ടോ എന്താന്ന്? കർത്താവ് പറഞ്ഞു, ഇത് കേട്ടപ്പോ, ഭോഷന്മാരെ, പ്രവാചകന്മാർ പറഞ്ഞതൊന്നും തലേ കയറാത്ത മന്ദബുദ്ധികളെ, മതിയല്ലോ, ബോധമില്ല, ബുദ്ധിയില്ല. ഇതൊക്കെ മനസ്സിലാക്കണ്ടേ? വചനത്തിൽ ഇതെല്ലാം പറഞ്ഞിട്ടില്ലേ? ഈശോ അതെല്ലാം വ്യാഖ്യാനിച്ചു കൊടുത്തിട്ട് അവിടെ ഒരു അത്ഭുതം നടന്നു മക്കളെ. എന്താണെന്നറിയാമോ? വചനം ഗ്രഹിക്കാൻ അവരുടെ ഉള്ള് കർത്താവ് തുറന്നു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മക്കളെ, ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചേ, ആത്മാർത്ഥമായിട്ട് മനസ്സിലൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, ഈ കിട്ടുന്ന വചനം ഗ്രഹിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണേ. ഈശോ കൃപ തരാതെ മനസ്സിലാകില്ല മക്കളെ, മനസ്സിലാകില്ല. സിസ്റ്റർ എന്തോ പറഞ്ഞുകൊണ്ട് പോയി എന്നല്ലാതെ അത് ഹൃദയത്തിലേക്ക് ഫലമായിട്ട് കടന്നു വരണമെങ്കിൽ തമ്പുരാൻ ഹൃദയം തുറന്നു തരണം. കർത്താവേ, എൻ്റെ ഹൃദയം ഒന്ന് തുറന്നു താ, വചനം മനസ്സിലാക്കാനുള്ള കൃപ എനിക്ക് തരണേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കേ. നമ്മുടെ മനസ്സുണ്ടല്ലോ, എല്ലാ അസ്വസ്ഥതകളും വരുന്നത് ഈ മനസ്സിൽ നിന്നാ. നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് മനസ്സെന്ന് പറഞ്ഞൊരു ഭാഗം. ആ ഭാഗത്താ എല്ലാം രൂപം കൊള്ളുന്നത്. നോക്കിക്കേ, മത്തായി സുവിശേഷകന്റെ 12-ാം അധ്യായത്തില് കർത്താവ് ഇങ്ങനെ പല കാര്യങ്ങളെ കുറിച്ച്, 11-ാം അധ്യായത്തിലാണ് ഈ ശകാരമൊക്കെ നടന്നത്. പിന്നെ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചും തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളെ കുറിച്ചും ഒക്കെ ഈശോ സംസാരിച്ചു കഴിഞ്ഞിട്ട് അവിടുന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ? ഈശോ വളരെ വളരെ വ്യക്തമായിട്ടും വളരെ കൃത്യമായിട്ടും ജനത്തോട് പറഞ്ഞു കൊടുക്കുക, നിങ്ങൾക്ക് മാനസാന്തരം സംഭവിക്കണമെങ്കിൽ നിങ്ങളുടെ മനസ്സിലാണ് ഈ മാനസാന്തരം വരേണ്ടത്. ആദ്യമായിട്ട് മാനസാന്തരം സംഭവിക്കേണ്ടത് മനസ്സിലാണ്. എല്ലാ തിന്മകളും രൂപം കൊള്ളുന്നത് മനസ്സിലാണ് എന്ന് കർത്താവ് പറയുന്നു. ആ ഭാഗവും കൂടി നിങ്ങളൊന്ന് കേൾക്കണം. കാരണം കർത്താവ് പറയുന്നതല്ലേ, വായിൽ നിന്ന് വരുന്നത് ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്, അത് മനുഷ്യനെ അശുദ്ധനാക്കുന്നു. ദുഷിച്ച ചിന്തകള്, കൊലപാതകം, പരസംഗം, വ്യഭിചാരം, മോഷണം, കള്ളസാക്ഷ്യം, പരദൂഷണം, ഇവയെല്ലാം ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്. വളരെ നല്ല മനുഷ്യരായിരിക്കും. ഈ ഇരിക്കുന്ന മക്കളെല്ലാം വളരെ നല്ല മക്കളാ. ഈശോയെ കുറിച്ചൊക്കെ സംസാരിക്കാമെങ്കിൽ നിങ്ങൾക്ക് വാചാലമായിട്ട് സംസാരിക്കാൻ സാധിക്കും. പക്ഷെ ജീവിതം കാണുമ്പോൾ ഈശോയ്ക്ക് കരയാൻ തോന്നും. അതാ കുഴപ്പം. നമ്മുടെ ഉള്ളാണ് മക്കളെ ശുദ്ധമാക്കേണ്ടത്. വചനം കൊണ്ട് വിശുദ്ധീകരിക്കേണ്ടത് നമ്മുടെ ഉള്ളിന്റെ ഉള്ള്, നമ്മുടെ ഹൃദയമാണ്. അവിടെ നിന്ന് ഒരാളൊരു കള്ളം പറയണമെങ്കിൽ ആദ്യം ചിന്തിക്കുന്നത് ഹൃദയത്തിലാ, മനസ്സിലാ. ഇതിങ്ങനെ പറയണം, അപ്പൊ അങ്ങനെ ചോദിക്കും, അപ്പൊ ഇത് പറയണം, ഇങ്ങനെ ചെയ്യണം. ഒരു കൊലപാതകത്തിന് മനുഷ്യൻ മുതിരുമ്പോൾ അത് ആദ്യം മനസ്സിലാ നടത്തുന്നത്, എന്നിട്ടാ അത് പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നത്. ഏത് തിന്മയും മനസ്സിലാണ് നമ്മൾ രൂപം കൊടുക്കുന്നത്. അവയാണ് ഒരു മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. ഈശോ നമ്മളെ പഠിപ്പിച്ചു തരികയാ. ആകയാൽ ഇന്നത്തെ ദിവസം തമ്പുരാന്റെ മുൻപിൽ ഇരുന്നു കൊണ്ട് എൻ്റെ ജീവിതത്തിന് എന്ത് സംഭവിച്ചു? നമ്മളെല്ലാവരെയും ഈശോയ്ക്ക് വേണം. എത്ര ജീവിതത്തിലെ പാകപ്പിഴകൾ വന്നാലും തിന്മ വന്നാലും ഈശോ നമ്മളെ ഉപേക്ഷിക്കില്ല. ഞാൻ ഒരിക്കൽ ഒരു പള്ളിയിൽ ധ്യാനം നടത്താൻ പോയി, ഇടവക ധ്യാനം നടത്താൻ പോയി. എനിക്ക് ഇടവക ധ്യാനങ്ങൾ ധാരാളം കിട്ടാറുണ്ട്. നമ്മുടെ പ്രത്യേകിച്ച് നോമ്പുകാലത്തൊക്കെ എല്ലാ പള്ളികളിലും
5 ദിവസത്തെ മിനിമം 3 ദിവസമെങ്കിലും ഒരു ധ്യാനം നടത്താറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ധ്യാനത്തിന് ചെന്നപ്പോൾ ഒരു ചേട്ടൻ എന്ന് പറയാൻ കൊള്ളില്ല, ഒരപ്പാപ്പൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മോളെ, ഇവിടത്തെ 5 പിള്ളേര് ചെറുക്കന്മാര് മോളുടെ ധ്യാനത്തെ തവിട് പൊടിയാക്കണമെന്നും പറഞ്ഞ് നടപ്പുണ്ട്. അവരെന്തും ചെയ്യാം, അതുകൊണ്ട് സൂക്ഷിച്ചേക്കണം. ഞാൻ ചോദിച്ചു, എന്താ സൂക്ഷിക്കണ്ടേ? ഭക്ഷണത്തിൽ വിഷം ചേർക്കുന്നാണോ, അതോ ബോംബിടൂന്നാണോ? എന്താന്നറിഞ്ഞെങ്കിലല്ലേ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അവര് പറഞ്ഞു, പറയണതൊക്കെ തമാശാക്കിക്കോ, എന്നിട്ട് വന്നു കഴിയുമ്പോൾ അനുഭവിക്കാം. അപ്പൊ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ്, നീ വിളിച്ചിട്ടാ ഞാൻ വന്നേ, അപ്പൊ സൂക്ഷിക്കേണ്ട നിന്റെ കാര്യമാണ്, അതുകൊണ്ട് ഞാനിപ്പോ ഒന്നും പ്രത്യേകം ചെയ്യാൻ പോണില്ല. ഞാൻ ധ്യാനം തുടങ്ങി. എന്നാലും എനിക്ക് ഇങ്ങനെ ആളുകളെ നോക്കുമ്പോൾ ഒരു ചിന്തയുണ്ട്, എവിടെ നിന്നാണാവോ ആക്രമണം വരാൻ പോണതെന്ന്. അങ്ങനെ 3-ാം ദിവസം 4 മക്കൾ എൻ്റെ അടുത്ത് വന്നു. ധ്യാനം കഴിഞ്ഞ് ഞാൻ കോൺവെന്റിലാണ് താമസിക്കുന്നത്, അവിടെ വന്നു. എന്നിട്ട് ഇങ്ങനെ പരിങ്ങി നിൽക്കുക. ഒരു 18-20 വയസ്സ് തോന്നിക്കുന്ന ചെറുക്കന്മാര്. ഞാൻ ചോദിച്ചു, എന്താ മക്കളെ? അമ്മയോടൊന്ന് സംസാരിക്കാൻ വന്നതാ. വാ, കേറി വാ, ഞങ്ങൾ കേറിക്കോട്ടെ. ഓ വാ, ഇവിടെ വന്നിരിക്കുക. കയറ്റിയിരുത്തി. എന്തു പറ്റി? വചനമൊക്കെ മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ അമ്മേ, ഈ ധ്യാനം തകർക്കണമെന്ന് ഓർത്ത് ഞങ്ങൾ നടന്നതാ. ആദ്യ ദിവസം എങ്ങനെയുണ്ടെന്നൊന്ന് കണ്ടേച്ചും തകർക്കാമെന്ന് ഓർത്ത് കയറിയിരുന്നു. അന്നേ പിന്നെ തകർക്കലൊന്നും ഉണ്ടായില്ല അമ്മേ. ഞങ്ങൾ എല്ലാ ദിവസവും ധ്യാനിച്ചു. എന്നിട്ടോ നല്ലൊരു കുമ്പസാരം നടത്തി. അപ്പൊ അച്ഛൻ പറഞ്ഞു, അമ്മയുടെ അടുക്ക ചെന്ന് മാപ്പ് പറയണമെന്ന്, അതുകൊണ്ട് വന്നതാ, ക്ഷമിക്കണം അമ്മേ. ഞാൻ പറഞ്ഞു, ഞാനത് അന്നേ ക്ഷമിച്ചു, എനിക്കറിയാമേലേ നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന്. അതൊക്കെ ചുമ്മാ ഈ പ്രായത്തിന്റെ ഒരു ഗോഷ്ടി. ഒരുത്തനും കൂടി ഉണ്ടല്ലോ, അവനെന്തിയെ, അവൻ വിളിച്ചിട്ട് വന്നില്ല. ശരി, അവന് വേണ്ടി പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഞാൻ അവരെ പറഞ്ഞു വിട്ടു. ധ്യാനം തീരുന്ന അന്ന്, ധ്യാനം തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് അവൻ വന്നു. എൻ്റെ പൊന്നു മക്കളെ, നിങ്ങളെ അവനെ ഒന്ന് കാണിച്ചു തരണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ എന്ത് ചെയ്യും, പൊതിഞ്ഞിട്ട് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അവന്റെ ഡ്രസ്സ് തന്നെ കണ്ടാൽ നമ്മൾ ഇരുന്ന് ചിരിക്കും. മുകളിലോട്ടിട്ടിരിക്കുന്ന എന്നതാന്ന് എത്ര നോക്കിയിട്ട് എനിക്ക് മനസ്സിലായില്ല. ബനീനല്ല, ഷർട്ടല്ല, ബ്ലൗസാണോ എനിക്കറിയില്ല. പണ്ട് അമ്മച്ചിമാര് റൗക്കാന്നും പറഞ്ഞൊരു സാധനോട് പറഞ്ഞു. നിങ്ങൾക്ക് അറിയാമോന്ന് എനിക്ക് അറിയില്ല. ഞാൻ കണ്ടിട്ടുണ്ട് അമ്മച്ചിമാരെ എങ്ങനെ ഇരുന്നേ. അതുപോലെ ഇരിക്കണ ഒരു സാധനം. താഴേക്ക് ഏതാണ്ടല്ല ഇങ്ങനെ വരിഞ്ഞു മുറുക്കി ഒരിളം പച്ച നിറമുള്ള. അപ്പൊ ഞാൻ ചിന്തിച്ച്, ഇതിനകത്ത് ഇവൻ എങ്ങനെ എവിടെ നിന്ന് കേറി? ഒരു പിടിയും കിട്ടിയില്ല. ഇങ്ങനെ ഒരു വികൃത രൂപം. എന്നിട്ട് ആകെ വിഷമിച്ച് വേർത്തായിരിക്കണം. ഞാൻ ചോദിച്ചു, മോനെ നിനക്ക് എന്തു പറ്റി? സിസ്റ്റർ കേട്ട് കാണുമല്ലോ, ഈ ധ്യാനം തകർക്കണമെന്ന് ഓർത്തതില് പ്രധാന ആള് ഞാനാ, എന്റെ കൂട്ടുകാരൻ ഞാനാ പ്രേരിപ്പിച്ചേടാ. നിനക്ക് എന്നോട് എന്താണ് ഇത്ര വിരോധമൊന്നും ഉണ്ടായിട്ടല്ല. ഈ ഇടവകയിൽ അമ്മ വന്ന് ധ്യാനിപ്പിക്കരുതെന്നും ദൈവവചനം പറയരുതെന്നും എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരെണ്ണം ഗതി പിടിക്കരുത്. അയ്യോ, എന്നിട്ടിപ്പൊ എന്തു പറ്റി? ഒക്കെ പോയമ്മേ, ഒക്കെ പോയി. അതുമല്ല, ഞാൻ അമ്മയുടെ അടുത്ത് വന്നതാ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? പിശാച എന്നെ കൊണ്ടു നടക്കുന്നേ. അമ്മ പ്രാർത്ഥിക്കാമെങ്കിൽ ശരിയാവും അമ്മേ. ഞാൻ ഒട്ടനടി അവന് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ അവൻ എന്നോട് ചോദിച്ചു, കർത്താവ് വല്ല സന്ദേശവും തന്നോന്ന്? ഈ ചെറുക്കനെ, ഈ വികൃത രൂപം പിടിച്ചവൻ, ധ്യാനം പൊട്ടിക്കാൻ നടന്നവൻ എന്നോട് ചോദിക്കുന്ന ചോദ്യ, അമ്മ പ്രാർത്ഥിച്ചിട്ട് കർത്താവ് വല്ല സന്ദേശവും തന്നോ? ഞാൻ പറഞ്ഞു, 2 സന്ദേശം തന്നു. എന്നോടൊന്ന് പറയാമോ? പറഞ്ഞാ നീ ബോധം കിട്ടു വീഴുവോ? ഇല്ല, എനിക്ക് കിട്ടേണ്ടതാ അമ്മ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ, 1-ാമത്തെ സന്ദേശം, നിന്നെ പോലെ നശിച്ച ഒരു ചെറുക്കൻ ഈ നാട്ടിലില്ല. ഞാൻ ഓർത്തു അവൻ ഇപ്പൊ തന്നെ മോന്ത വീർപ്പിക്കുന്നു. പക്ഷെ അവൻ മുഖത്തിനൊരു സമാധാനം പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, ശരിയാ അമ്മേ, ശരിയാ. ഞങ്ങൾ കുറെ പേരുണ്ടമ്മേ ഇവിടെ, ചെറുപ്പക്കാരുടെ ഒരു ഗ്രൂപ്പ്. ഞങ്ങളുടെ പ്രധാന ജോലി എന്താന്ന് ചോദിച്ചാൽ പകല് മുഴുവൻ ഇങ്ങനെ ചുറ്റി നടക്കും. എന്തിനാ ചുറ്റി നടക്കുന്നതെന്ന് അമ്മയ്ക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. പെൺപിള്ളേരുള്ള വീട് ഏതൊക്കെയാന്ന് കണ്ടുപിടിക്കാനാ ചുറ്റി നടക്കുന്നത്. എന്നിട്ട് എങ്ങനെയാണ് പെൺപിള്ളേരുണ്ടോന്ന് അറിയുന്നത്? അത് ഞാൻ നിങ്ങളോട് സത്യമായിട്ട് മൈക്ക് കൂടെ പറയാൻ കൊള്ളൂല. അപ്പൊ അങ്ങനെ കണ്ടുപിടിക്കും. എന്നിട്ട് വൈകുന്നേരം ഇവര് കുളിക്കുന്ന നേരം തപ്പി നടക്കും. അങ്ങനെ എൻ്റെ അമ്മയെ ഇതിലെല്ലാം പെടച്ച് കയറി ഞങ്ങൾ ആ കുളിമുറിയുടെ വെന്റിലേറ്ററിൽ കൂടെ നാടകം കണ്ടുകൊണ്ടിരിക്കാൻ ശ്രമിച്ച് എന്തെല്ലാം തരം വെള്ളം ഞങ്ങളുടെ മുഖത്ത് വന്ന് വീണിട്ടെന്നറിയാമോ? തിളച്ച വെള്ളം മുതല്, പച്ചവെള്ളം മുതല്, സോപ്പ് വെള്ളം മുതൽ, ആസിഡ് വീണിട്ടില്ല. അത്രയും മാത്രം ഒരു ഗുണം. അങ്ങനെ നടന്നവരാ മാമ്മേ, അതിലൊരുത്തനാ ഞാൻ. അപ്പൊ പിന്നെ ഈശോ പറഞ്ഞതിന് എന്താ അതിശയം? ഏറ്റവും നശിച്ചവനാ. തീർന്നു അമ്മേ? ഇല്ലടാ, ഒരു മെസ്സേജും കൂടി ഉണ്ട്. ഈശോ പറഞ്ഞു, ഇത് പറഞ്ഞിട്ട് ഈശോ പറഞ്ഞു, എന്നാലും എനിക്കവനെ വേണം, എനിക്കവനെ വേണം. എന്തിന്? അവനെ ശിക്ഷിക്കാനല്ല,
നമ്മളങ്ങനെ ഒരു വാചകം വായിക്കുന്നുണ്ടല്ലോ മക്കളെ, യോഹന്നാന്റെ സുവിശേഷത്തിലെ 3-ാം അധ്യായം 16-17 വാക്യങ്ങള് ഓർമ്മയുണ്ടോ? യേശുവിൽ വിശ്വസിക്കുന്നവരാരും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കാൻ വേണ്ടി തനിക്കുള്ള ഒരേ ഒരു മകനെ പോലും നൽകത്തക്ക വിധം ദൈവം എന്നെ സ്നേഹിച്ചു. അവൻ വന്നത് എന്നെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പിന്നെ എന്തിനാവും വന്നത്? എന്നെ രക്ഷപ്പെടുത്താനാ. ഈ പാവപ്പെട്ട മോനെ തമ്പുരാൻ സ്നേഹിക്കുന്നു. അവനെ ഈശോയ്ക്ക് എന്തിന്? ഈശോ പറഞ്ഞു, ഇവനേക്കാൾ കഷ്ടത്തിൽ കഴിയുന്ന ഒരുപാട് മക്കൾ ഈ നാട്ടിലുണ്ട്. അവരുടെ അടുക്കിലേക്ക് ഒരു അച്ഛനോ കന്യാസ്ത്രീക്കോ കടന്നു ചെന്ന് മാനസാന്തരത്തിന്റെ വാക്കുകൾ പറയാൻ പറ്റില്ല. ഇവനെ പോലുള്ളവര് എന്റെ സ്നേഹം അറിഞ്ഞിട്ട് അവരുടെ അടുക്കൽ ചെന്ന്, എടാ കേറി വാടാ, ഇതിലും നശിച്ചവനായിരുന്നു ഞാൻ, എനിക്കെന്റെ ഈശോ കരുണ തന്നു, നീ വാ, ഞങ്ങൾ കൊണ്ടുപോകാൻ നിന്നെ ഈശോയുടെ അടുക്കിലേക്ക് എന്ന് പറഞ്ഞ് കൈ നീട്ടിയാൽ അവര് രക്ഷപ്പെടും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അനേകർക്ക് രക്ഷ കൊടുക്കാൻ, അനേകരെ എന്റെ സ്നേഹത്തിലേക്ക് കൊണ്ടുവരാൻ, സകലരാലും ഉപേക്ഷിക്കപ്പെടുന്ന തകർന്ന ജീവിതമുള്ള ഈ മകനെ എനിക്ക് വേണം, എനിക്ക് വേണം. അതാണ് ഈശോയുടെ മനോഭാവം. നമ്മൾ പ്രാർത്ഥിക്കും, എന്റെ കണ്ണുകൾക്ക് അഭിഷേകം തരണേ, എന്റെ കാതുകൾക്ക് അഭിഷേകം തരണേ, നിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ സ്പർശിക്കണേ. അങ്ങനെ അഭിഷേകം കിട്ടാനുള്ള എന്തോരും അവസരങ്ങളിൽ കൂടെ നമ്മൾ കടന്നുപോയി മക്കളെ. അങ്ങനെയെല്ലാം കടന്നു പോയിട്ട് എന്തേ നമ്മളിൽ അങ്ങ് ജ്വലിക്കുന്നില്ല? ഇതിങ്ങനെ മങ്ങി 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 ഇച്ചിരി കത്തും, അത് കഴിയുമ്പം കെടും, പിന്നെ ഊതി കത്തിക്കും, പിന്നെ ഇച്ചിരി പുകയും, അത് കഴിഞ്ഞ് വീണ്ടും കെടും. ഇത്രയും അഭിഷേകത്തിനുള്ള അവസരം കിട്ടിയിട്ട് നമ്മൾ ഇത്രയൊക്കെ ആയാൽ മതിയോ? പോരാ. അപ്പോ എന്താ നമുക്ക് സംഭവിക്കുന്നത്? അതാ നമ്മൾ കണ്ടെത്തേണ്ടത്. പൗലോസ് അപ്പോസ്തലന്റെ ലേഖനങ്ങൾ നമ്മൾ ശാന്തമായിട്ടിരുന്ന് വായിക്കുകയാണെങ്കിലേ, സ്വർഗത്തിന്റെ 3-ാം തട്ട് വരെ എടുക്കപ്പെട്ടവൻ എന്നാണ് പൗലോസിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്. അത്രയും അഭിഷേകം കിട്ടിയ ഒരു മനുഷ്യനായിരുന്നു പൗലോസ്. യേശുവിന്റെ ശിഷ്യനായിരുന്നു, അപ്പസ്തോലനായിരുന്നു. എന്നിട്ട് അദ്ദേഹം തൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുന്ന ഒരു വാചകം ഇങ്ങനെയാ: ഞാൻ പാപത്തിന് വിൽക്കപ്പെട്ട ജഡികനാണ്. തമ്പുരാന്റെ കൃപ ആവോളം ആസ്വദിച്ച ആ മനുഷ്യൻ പറയുകയാണ്, ഇനി ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നെന്ന് പറയത്തക്ക വിധം യേശുവിന്റെ ചൈതന്യം കൊണ്ട് നിറഞ്ഞ പൗലോസ് തകർന്നിട്ട് പറയുകയാണ്, ഞാൻ പാപത്തിന് വിൽക്കപ്പെട്ട ആരാണെന്ന്? ജഡികനാണ്. ജഡികനാണ്. ചിലപ്പോൾ നമ്മളിൽ ചിലർക്ക് ഇത് പറയേണ്ടി വരും, ദൈവമേ, ആഗ്രഹിക്കുന്ന നന്മയല്ലല്ലോ ഞാൻ ചെയ്യുന്നത്, ആഗ്രഹിക്കാത്ത തിന്മയാണല്ലോ ചെയ്തു പോകുന്നത്, ഞാൻ പാപത്തിന് വിൽക്കപ്പെട്ട ജഡികനാണ്. നിങ്ങൾ അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ 9-ാം അധ്യായത്തില് ഈ സാവൂളിനെ തമ്പുരാൻ കർത്താവ് നിർബന്ധമായിട്ട് തട്ടി താഴെയിട്ട് മാനസാന്തരപ്പെടുത്തുന്ന ഒരു രംഗം കാണും. അദ്ദേഹം ക്രിസ്ത്യാനികളെ കൊല്ലാൻ വേണ്ടി പോയവനാ, പക്ഷേ കർത്താവ് അനുവദിച്ചില്ല. ആ വലിയൊരു പ്രകാശം വന്ന് തട്ടി, നമുക്കതൊക്കെ പരിചയമുള്ളതാ. അങ്ങനെ തട്ടി അദ്ദേഹം താഴെ വീണു, അദ്ദേഹത്തിന് കാഴ്ച നഷ്ടപ്പെട്ടു. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, കർത്താവേ, അങ്ങ് ആരാണ്? നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു എന്ന ചോദ്യം കേട്ടപ്പോൾ സൗള് ചോദിച്ചു, നീ ആരാണ് കർത്താവേ? നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാനിനി എന്താ ചെയ്യേണ്ടത്? കർത്താവ് പറഞ്ഞു കൊടുത്തു, ഇന്ന വീട്ടിൽ പോയി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നോ, ചെയ്യാനുള്ളത് ഞാൻ പറയാം. അങ്ങനെയാണ് സിനഗോഗ് അധികാരിയായ അനനിയാസിനെ കർത്താവ് വിളിച്ചു. അനനിയാസേ, ഇന്ന വീട്ടില് പ്രാർത്ഥിക്കാൻ ഞാൻ ഇരുത്തിയിരിക്കുന്ന ചെറുപ്പക്കാരനില്ലേ സാവൂൾ, അവന്റെ തലയിൽ കൈവച്ച് നീ പ്രാർത്ഥിക്കണം. അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് എന്റെ ശക്തമായ ഒരു ഉപകരണമായി തീരേണ്ടവനാ. അതുകൊണ്ട് നീ പോയി അവന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. അത് കേട്ട പാടെ അനനിയാസ് പറഞ്ഞു, എന്താന്ന് നോക്കിക്കേ. കേട്ട നിമിഷം അനനിയാസ് പറഞ്ഞു, എന്റെ പൊന്നു കർത്താവേ, അവൻ കത്തോലിക്കരെ ഒക്കെ നശിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുന്നവനാ, കൊല്ലാൻ വന്നിരിക്കുന്നവനാ. അവന്റെ തലയിൽ ഇനി ഞാൻ പോയി കൈവയ്ക്കണോ? അല്ലാതെ ചത്താ പോരെ? ഈശോ പറഞ്ഞു, ഈശോ മനോഹരമായ ഒരു വാചകം ആ സമയത്ത് പറഞ്ഞു, നീ പോവുക, വിജാതിയരുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുമ്പാകെ എന്റെ നാമത്തിന് സാക്ഷ്യം വഹിക്കാൻ ഞാൻ തെരഞ്ഞെടുത്തവനാ. ഈ കൊലപാതകം ചെയ്തില്ല, എന്നാൽ ഈ കൊലപാതകി മനസ്സുകൊണ്ട് ചെയ്തു കഴിഞ്ഞല്ലോ. അപ്പോ നീ ചെന്ന് അവന് വേണ്ടി പ്രാർത്ഥിക്കേ. അതിനു വേണ്ടി, ഏതിനു വേണ്ടി? ഞാൻ തെരഞ്ഞെടുത്ത ഈ വലിയ അഭിഷേകത്തിന് വേണ്ടി അവൻ എന്തുമാത്രം സഹിക്കേണ്ടി വരുമെന്ന് ഞാൻ അവന് കാണിച്ചു കൊടുക്കും. അങ്ങനെ അനനിയാസ് ചെന്നു.
സാവൂളിന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ദൈവം സാവൂളിന് കാഴ്ച കൊടുത്തു. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ സാവൂൾ ജ്ഞാനസ്നാനം സ്വീകരിച്ചു. യേശു കർത്താവാണെന്ന് ആരെ കൊല്ലാൻ വന്നോ അവരുടെ സിനഗോഗുകളിലൂടെ പോയി അദ്ദേഹം പ്രസംഗിച്ചു. യേശു കർത്താവാണ്. ഒരുപാട് സഹിച്ചു. ഇതാണ് മക്കളെ അഭിഷേകം. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ,